മേഘങ്ങൾ താളങ്ങൾ പൊൻതീരങ്ങൾ ഓളങ്ങളി താരങ്ങൾ ചിമ്മും പോലെ ഈ നാട് ആരാരോ പണ്ടേ പണ്ടേ പാടുന്ന പാട്ടിനീണം പോലന്റെ നെഞ്ചിനുള്ളിൽ ഈ നാട് ചിരി തൂകിടുന്നു പുഴ പാടിയിടുന്നു മഴയേകിടാനായി മയിലാടിയിടുന്നു മിഴിച്ചിമ്മും നേരം മഴ പാട്ടിനീണം നിറയുന്നെന്നിൽ നീയൊരു പൂക്കാലമായി ഓ നിലവായി കിനാവേ നീയാണെൻ സംഗീതം പൊന്നാണൻ മിന്നാണേ പുന്നാരം എൻ ഗ്രാമം തെളിനീരായെന്നും പനി നീരായെന്നിൽ ഒളിവാണിടും നീ മഴവില്ലൻ ഗ്രാമം ഒരു പൊന്നൂലിലെ മണിമുത്തല്ലയോ ഒരു പൊൻചീലമ്പിൻ നിറസ്വരമല്ലയോ മേഘങ്ങൾ താളങ്ങൾ പൊൻതീരങ്ങൾ ഓളങ്ങളി താരങ്ങൾ ചിമ്മും പോലെ ഈ നാട് ആരാരോ പണ്ടേ പണ്ടേ പാടുന്ന പാട്ടിനീണം പോലന്റെ നെഞ്ചിനുള്ളിൽ ഈ നാട് ഇത് കണ്ട ഈ ഇന്നും പത്രത്തില് പീഡനൊക്കെ തന്നെയല്ലേ അതിന് ഇത് ഇന്നലത്തെ പത്രല്ലടോ. ഇതിങ്ങനെ വായിക്കാൻ നല്ല രസാണ്. ആരാ എവിടുന്നാ? ഞാൻ മാതൃരാജ്യം പത്രത്തിന്ന പ്രസിഡന്റിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന അപ്പോയിന്റ്മെന്റ് ഞാൻ നേരത്തെ ഓ എടുത്തിരുന്നു. ഓ എടോ സുധിയ ഇതുമ്പളാ പ്രസിഡന്റ് ഇന്റർവ്യൂ ചെയ്യാൻ ആളാ. ഒന്നാ സ്ഥലം കാണിച്ചു കൊടുക്ക്. ഓ ഞാൻ കാണിച്ചു കൊടുക്കാം. പ്രസിഡന്റ് വരുമ്പോ ഒന്ന് നോക്കണേ. സമയത്രേ ഇയാളിപ്പോ ഇതൊക്കെ തുറക്കോ? അല്ലെന്ന് നിങ്ങൾ ഈ പീഡനം വായിച്ചു പഠിക്കുക. പ്രസിഡന്റ് ഇപ്പഴെങ്ങനെ ഇറങ്ങുമോ? ഇപ്പം കഴിയൂ. നിങ്ങൾ അവിടെ ഇരിക്കി. ആ വാതിലൊന്ന് തുറന്നട്ടെ. ശരി, ഇരിക്കട്ടോ. ഇരുന്നോളി. നമസ്കാരം. ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു നിവേദനം. നല്ല മഴ കിട്ടിയാണല്ലോ. കുടിവെള്ള ക്ഷാമുണ്ടോ? ഇപ്രാവശ്യം മാത്രം കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. ശരിയാക്കാം. പിന്നെ ഇവിടെ തെരുവുനായ ശല്യം വല്ലാണ്ടുണ്ട്. തിരുനായ ശല്യം ഉണ്ട്. ഒരു നായ നമ്മുടെ പിന്നാലെ ഓടിച്ചിട്ടേ നമുക്ക് പിടിക്കാനുള്ള വഴി ഉണ്ടാക്കാം. അല്ലെങ്കിൽ മന്തി കഴിച്ചാളാ. ഇത് പുകയില്ലാത്ത അടുപ്പിന് വേണ്ടിട്ട്. പുകയില്ലാത്ത അടുപ്പ് കൊടുത്താലോടോ? അത് പ്രസിഡന്റ് നമ്മള് കക്കൂസാ കൊടുത്തേ. തൽക്കാലം കക്കൂസിട്ടേ മതി. അടുപ്പില്ലാതെ എന്ത് കക്കൂസാ പ്രസിഡന്റ്? അതാണ് എടാ, അടുപ്പില്ലാതെ എന്ത് കക്കൂസാണ്? വിവരക്കേട് പറയല്ലേ. എന്താണ്? ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടി കുഴിച്ചിട്ട് റോഡിലൂടെ ഒരൊറ്റ വണ്ടി പോകാൻ പറ്റുന്നില്ല. ജപ്പാൻ കുടിവെള്ളം ഇവര് റോഡ് പണി കഴിയാൻ കാത്തുക്ക വീണ്ടും വന്ന് കുഴിക്കാൻ. നമുക്ക് മുകളിലേക്ക് വിളിച്ചറിയിക്കട്ടാ. മുകളിലാരാള്? പ്രസിഡന്റ് പത്രക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ടുണ്ട്. പത്രക്കാർ റെഡി ചെയ്യണ്ടേ? പെട്ടെന്ന് വരാം. അപ്പൊ എല്ലാം ശരിയാക്കാം. ശരി, അടുപ്പുണ്ടായാ മതി. നമസ്കാരം. നമസ്കാരം. പറയ്, എന്തൊക്കെയാണ്? ഏതാ നിങ്ങളുടെ പത്രം? മാതൃരാജ്യം. മാതൃരാജ്യം. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് മുകുന്ദൻ. മുകുന്ദൻ. ഓക്കെ. ചായ. ഒരാള് വീട്ടിൽ വന്നാ ചിരിക്കാനുള്ള മര്യാദകൾ കാണിച്ചൂടെ? പൊയ്ക്ക. പിന്നെ വലിയ മര്യാദകളൊന്നും അറിയില്ല, അതുകൊണ്ടാ. സമയം എത്രയായി? സമയം 10:15. 10:15? അപ്പൊ ചായ കുടിച്ചിട്ടുണ്ടാവൂലേ? ഇല്ല, ചായ പറ, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ.
സാർ ഈ മുതലിയൂർ ഗ്രാമം ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുക. ഏതാ? ഈ മുതലിയൂർ ഗ്രാമം ആ കേരളത്തിൽ തന്നെ പ്രസിദ്ധമാണല്ലോ, ആണോ? അല്ലേ? അതെ അതെ. ഈ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സാറിന് എന്താണ് വിശദീകരിക്കാനുള്ളത്? ഈ മുതലിയൂർ ഗ്രാമം എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി നിറഞ്ഞ സുന്ദരമായ മനോഹരമായ ഒരു ഗ്രാമമാണ്. അതെ. ഈ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ പണ്ട് പണ്ട് ഈ നാട്ടില് മൊത്തം മുതലകളേനി. ഈ മുതലകളെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് പേർഷ്യന്ന് ഒരു മുതല വേട്ടക്കാരൻ വന്നു. ഈ മുതല വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുതലകളെല്ലുംപാടെ ഈ കുളത്തിലങ്ങട്ട് അഭയം പ്രാപിച്ചു. അങ്ങനെ മുതലകളുള്ള ഈ കുളം മുതലക്കുളമായിട്ടും മുതലകളുള്ള ഈ ഗ്രാമം മുതലിയൂരായിട്ടും അറിയപ്പെട്ടു. മനസ്സിലായ? കാണാൻ നല്ല മുത്ത് മൊഞ്ചുള്ള നാടാണ് ഈ മുതലിയൂര്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിടെ 2 പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ ഒരു ചായ. ജമാലേ ഒരു ചായ എടുത്തോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് വർക്ക്? 3 ചായ. എല്ലാരും ഉണ്ട് ജമാലേ, ചായ എടുത്തോ. അല്ല ആരാ എവിടുന്നാ? ഇതിനു മുമ്പ് കാണാത്തത് കൊണ്ടാട്ടോ, മനസ്സിലാവാഞ്ഞിട്ടാ. ചായ തട്ടാ. ചേട്ടാ ഞാനേ മിത്രഭൂമി പത്രത്തിന്നാ. വേറെ എല്ലായിടത്തും പത്രത്തിന് അത്യാവശ്യം സർക്കുലേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ മാത്രം ഒട്ടും പത്രം പോകുന്നില്ല. കുറച്ച് വീട്ടിലൊക്കെ കയറി ആൾക്കാരൊക്കെ ചേർക്കാന്ന് കരുതി വന്നതാ. ഉസ്മാനെ, ഇവിടെ ഇവിടെ ആ കൂടി പത്രം വാങ്ങിക്കുന്നതേ പുട്ടു പുതിയ മാത്രം. എന്ത് പത്രം? ജമാലേ ചായ ക്യാൻസല്. എന്താണ്? എന്റെ പൊന്നു മോനെ, നിനക്ക് മുതലൂരിനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഈ ഗ്രാമത്തിൽ അധികം പേർക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞൂടാ. വായിക്കാൻ അറിയാത്തവർക്ക് എന്തിനാ പത്രം? അപ്പൊ അവിടെ വായനശാലൊന്നും ഇല്ലേ? അന്വേഷിച്ചപ്പോ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ഉണ്ട്, ഒരു 1.5 വായനശാല. മാസത്തിലൊരിക്കലും വരുന്ന നാനന്റെ സിനിമാ മംഗളത്തിന്റെ നടുപ്പേജ് പിച്ചാനായിട്ടാണ് ഇവിടുത്തെ ചെക്കന്മാര് വായനശാലിന്റെ പടി കേറുന്ന തന്നെ. പ്രധാന പ്രശ്നം മനസ്സിലായി കാണല്ലോ. എന്താടാ എന്റെ മുഖത്തൊരു ചിരി? അതല്ലടോ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്. അല്ല, വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്ന് പറഞ്ഞ കുട്ടികളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതിനിവിടെ പഠിക്കാനും സൗകര്യമില്ല. ആപ്പാടെ അവിടെ പഠിക്കാനുള്ളത് ഹാജിയാർ മെമ്മോറിയൽ LP സ്കൂളാ. ആടെ പഠിക്കാൻ വരുന്ന ആപ്പാടെ വിരലിൽ എണ്ണാവുന്ന കുട്ടികളെ ഉള്ളൂ. ഈ സ്കൂളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഹൈസ്കൂളാക്കാൻ പഞ്ചായത്ത് തലത്തിൽ ശ്രമങ്ങൾ നടത്തിയില്ലേ? അല്ല, അതിന് ശ്രമിക്കേണ്ടത് പഞ്ചായത്തല്ലല്ലോ, ഇപ്പത്തെ മാനേജറായ ഹാജിയാരല്ലേ. ആയാ കയ്യിലുള്ള നേരമില്ല. സൂറേ, സൂറേ, കുറച്ച് സുലൈമാൻ ഇങ്ങോട്ട് എടുത്തോ. ഇത് ചൂടുണ്ട്, ഇപ്പൊ കുടിച്ചോളട്ടാ.
ഈ ഇവിടെ ഒന്ന് ഇരിക്കും മുത്തേ. ഞാനൊന്ന് കാണട്ടെ. എന്ത് കാണാൻ? നിങ്ങളല്ലേ പറഞ്ഞത് വീട്ടില് മുഖവും മറിച്ചോടെ നടക്കണെന്ന്? അതിനിപ്പോ നമ്മൾ രണ്ടാളല്ലേ ഇവിടെ ഉള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? നമ്മളൊന്ന് എന്നെ കാണട്ടെ. എന്റെ മുത്തേ. അൽഹംദുലില്ലാ, ഈ നമ്മുടെ മുത്താണ് മോളെ. നമ്മളെ രണ്ട് ബീവിമാരും എന്നെ വിട്ടുപോയില്ലേ, ഞമ്മക്ക് പെരുത്ത് സന്തോഷാണ്. അതുകൊണ്ടല്ലേ നമ്മളെ മുത്തിനെ എനിക്ക് കിട്ടിയത്. ഈ എന്നെ ഇട്ടേച്ച് പോവാതിരിക്കാനാണ് ഞാൻ വീട്ടിൽ നിന്ന് മുഖം മറിച്ച് നടക്കാൻ പറയുന്നത്. പെട്ടെന്ന് ആരെങ്കിലും കേറി വന്നാലോ? അതിപ്പോ ആരാ? മുടിക്കാം അതൊക്കെ കുടിക്കാം. ഇതാണ് ആചാര അവസ്ഥ. മൂപ്പരെ മൂന്നാമത്തെ ബീബിന്റെ മുഖം ഇങ്ങനെ നാട്ടുകാർ കാണാണ്ട് കൊണ്ടെടുക്കാന്നുള്ളതാണ് മൂപ്പരെ വേജാറ്. അതിന്റെ ഇടക്ക് എന്ത് പഠിപ്പ്, എന്ത് സ്കൂള്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ ഈ മുഖം മാത്രമല്ല ഇവിടുത്തെ വിഷയം, ഇങ്ങനൊരു വിഷയം കൂടി ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം. ഇഷ്ടംപോലെ ലോക്കൽസുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് കക്കൂസുകളില്ല. നിങ്ങളെ ഭാഷയെ പറയുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ല. അല്ല, അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു മെച്ചുണ്ട്, അടിക്ക് അതൊരു കുറവുമില്ല. നീയാണോ എന്നെ തല്ലേ? കേത്താമാര് ബൈ കിടന്ന് തല്ലുടിച്ച് ചാവാൻ നടക്കണ്. വിളിച്ചോണ്ട് പോടാ ഈ മാറുകള്. വാ ഇരിക്കടാ. എന്തിനാ അവൻ എന്നെ തല്ലിയത്? എപ്പ കണ്ടാലും അവന് വെള്ളടിക്കാൻ ഞാൻ പൈസ കൊടുക്കണം. ഇന്ന് ഞാനത് തരൂലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രാണോ ഓൻ എന്നെ തല്ലിയത്? ദേഷ്യം വന്നപ്പോ ഓന്റെ അമ്മയ്ക്ക് ഞാനൊന്ന് വിളിച്ചു. അതിനപ്പം വെറുതെ അല്ല ഓൻ എന്നെ തല്ലിയത്. തെണ്ടി ജോലിയും കൂലിയും ഇല്ലാതെ ഗുണ്ടായസം കാണിച്ച് നടക്കുക. ഞാന് തിരിച്ചു കൊടുക്കും. കൊടുക്കണം. ഓൻ നമ്മുടെ കൈ കിട്ടൂടാ. ആ പിന്നെ ഈ വേദനയൊക്കെ മാറാൻ ഒരു ഫുള്ളങ്ങോട്ട് വാങ്ങിയാലോ? ഇപ്പൊ കണ്ട സുനീനെ പോലെ ഒരുപാട് പേര് മുതലിയൂരുണ്ട്. വെറുതെ പണിയും കൂലിയും ഇല്ലാണ്ട് കിട്ടണ പൈസക്ക് വെള്ളം അടിച്ചു നടക്കുന്ന കുറെ എണ്ണം. ആഹാ, നല്ല രസമുണ്ടല്ലേ. ഡെക്കറേഷൻ ചെയ്തതല്ല, ചാരായം പാറ്റ. കണ്ടാ പൈപ്പ്? എല്ലാ നാട്ടിലും ഉണ്ടാവും വില്ലന്മാര്, എല്ലാ കഥയിലും ഉണ്ട് വില്ലന്മാര്. ഈ നാട്ടിലും ഈ കഥയിലും ഉണ്ടൊരു വില്ലൻ, ലാസർ മുതലാളി. അടിപൊളി വാസന്തി. അത് പിന്നെ വാസന്തിയുടെ വാറ്റ് എപ്പോഴെങ്കിലും മോശമായിട്ടുണ്ടോ മുതലാളി? വാസന്തി, ആവശ്യമുള്ള സാധനം ഞാൻ കൊണ്ടുതരാം. ഈ സീസൺ നമുക്ക് കലക്കണം. പോ മുതലാളി. അപ്പൊ വാങ്ങിച്ച കാശ് അവൻ തരാൻ തയ്യാറല്ലേ? പലിശ ആയിട്ട് തന്നെ അവൻ കുറെ പൈസ തന്നു മുതലാളി. ഇനി ഒരൊറ്റ പൈസ തരൂലെന്ന് അവൻ പറയുന്നത്. അത് ചോദിക്കാൻ ചെന്ന സമയത്ത് അവൻ എന്നെ അടിച്ചു മുതലാളി. അങ്ങനെ മുതലാളി ഈ കൈ ഒടിഞ്ഞത്. ഡാ, നീ കൂടെ പോയില്ലായിരുന്നോ? പിന്നെ മുതലാളി അപ്പോനോടി ഓട്ടോ ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡലെങ്കിലും കിട്ടിയാനെ. അമ്മാരി ഓട്ടല്ലേ അവൻ ഓടിയത്. ടൗണിന്ന് ഷാജിനെ പിള്ളേരെ വിളിക്ക്. അവനാ ഈ പണിക്ക് ബെസ്റ്റ്. ലാസറിനെ പൈസ കൊടുത്താല് വാങ്ങിക്കാനും അറിയാം. ശരി മുതലാളി. എല്ലാം അവിടെ
സാറ് ഇവിടെ ഒരു 3-4 പേരുണ്ടല്ലോ, നമ്മളെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? വെയിറ്റ്, അതിനാടോ ഞാൻ ആലോചിക്കുന്നത്. അതെ, നമ്മൾ ഒരുമിച്ച് നിന്നാ കാര്യം നടക്കും. ഇടക്ക് വെച്ച് സാറ് മുങ്ങിയാലേ. ഇല്ലടോ, ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. ഞാൻ 1, 2, 3 എണ്ണം, 3 അറ്റാക്ക്. അല്ല സാറേ, ഈ 3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്തുവാടി? 1, 2, 3 അറ്റാക്ക്. പോട്ട നടക്കണേ, നടക്കണേ മുന്നോട്ട്. വാസന്തി തിരിഞ്ഞോക്കാം, നടക്കണേ നടക്കണേ. ഈ സ്ലോ മോഷനിൽ വരുന്നവരൊന്ന് നോട്ട് ചെയ്തേ. ഇവരാണ് ഇപ്പം നടന്ന ഈ കലാപരിപാടി സ്പോൺസർ ചെയ്യിപ്പിച്ച ആൾക്കാർ. മെമ്പർ കൈമള്, മീൻകാരൻ അബു, പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത സുധാകരേട്ടൻ. മേരെ പ്യാരെ ദേശവാസിയോ, നമ്മുടെ നാടിനാപത്തായ ലാസറിന്റെ കള്ളച്ചാരായ വാറ്റ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഈ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ബുക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമലൈക്കും. ആ കള്ള ഹിമാർ ലാസറിന്റെ കള്ളച്ചാരായ ബാറ്റ് കേന്ദ്രം പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിന്റെ സന്തോഷമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആ ലാസറിനെ കൂടി ഞമ്മക്കകത്താക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമാണ് ഞമ്മക്കുള്ളത്. മതി 2 ദിവസം കഴിഞ്ഞാലേ ലാസർ അവന്മാരെ പുറത്തിറക്കും. പിന്നെ എന്താ നടക്കാന്ന് വല്ലതും അറിയോ? ഏയ്, നേരിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു ഒളിപ്പോ നമ്മൾ പ്രതീക്ഷിക്കണം. ഒന്ന് പോ മെമ്പറെ. ഓന്റെ ബാപ്പാന്റെ ബാപ്പ കുയിന്നിറങ്ങി വന്നാലും ഞമ്മളെ ഒന്നും ചെയ്യൂല. അതൊക്കെ പോട്ടെ മെമ്പറെ, ഞമ്മടെ പഠിത്തത്തിന്റെ കാര്യം എന്തായി? വല്ലതും നടക്കും. ഞാൻ ചില പദ്ധതികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാ നടക്കാത്ത വല്ലതും. അപ്പൊ ഞമ്മള് 10ാം ക്ലാസ് പരീക്ഷ എഴുതുമല്ലേ? പിന്നെന്താ? അല്ലാ, 10ാം ക്ലാസ് പരീക്ഷ ജയിച്ചിട്ട് വേണം ഞമ്മക്ക് സുൽത്താനെ പോലെ അവിടെ നടക്കാൻ. എന്നിട്ട് വേണം പുതിയൊരു ബീവിനെ കൊണ്ടുവരല്ലേ? പിന്നെ ഉള്ള ബീവിനെ നമ്മൾ എങ്ങനെ തച്ചു കൊല്ലുമെന്ന് അന്വേഷിച്ച് നടക്കുക. മീന് മീന് മീൻ മീന് മീന് മീൻ. കായൽ അരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ ചുന്ദരി. വേഗം പരിയുന്നേ. ഇങ്ങളെന്തെടുക്കാണ് കല്യാണി ഇത്? മത്തി വെക്കാല്ലേ? 2 എണ്ണം കൂടുതലിട്. എന്താ ഇക്ക വെക്കുന്നേ? മത്തി. അല്ലാതെ നിങ്ങള് വലിയ നെയ്മീനൊന്നും മേടിക്കൂലല്ല. ഇത് ചീഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല നീ പെടകണ്ട. ഞമ്മള് കൊണ്ടുവരുന്ന മീൻ എപ്പോഴും ഫ്രഷാ. ചീഞ്ഞിട്ടുണ്ടെങ്കിൽ കായ് തരണ്ടാന്നേ. ഇങ്ങള് വെറുതെ തിന്നോളി. മീൻ കൊള്ളൂലെങ്കി മല്ലിന്റെയും മുളകിന്റെയും വിറകിന്റെയും കാശ നേക്കണം. അതൊക്കെ ഞമ്മളേറ്റുന്നേ. കായുണ്ടാ? അയ്യോ, നാളെ തരാം. ശശി രാവിലെ പോയി. എന്നാ പിന്നെ നാളെ ആക്കാം. കൊട്ടയെന്നുള്ള വെള്ളം പഠിക്ക് തന്നെ ഒഴിക്കും. കാക്കയോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. നാറിയിട്ട് വയ്യോ. അതിപ്പോ ഈ കൊട്ടക്കറിയില്ലല്ലോ ഇത് ദേവകിയുടെ വീടാണെന്ന്. ഇച്ചിരി മീൻ വെള്ളമല്ലേ, അത് ഏതെങ്കിലും പൂച്ച ഒന്ന് നക്കി തിന്നോളൂന്നേ. ഓ, നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടി കല്യാണി ഈ വക മുതലിനെ?
അച്ഛൻ എങ്ങോട്ടാ? ഞാനൊന്ന് കൊളക്കട വരെ പോവാ. അതെ, ഇരുടാ നിൽക്കണ്ട, വേഗം വന്നാണ്ടി. നോക്കാം. അച്ഛാ, സുനിത അരി മേടിക്കാൻ പറഞ്ഞിരുന്നേ, പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. അച്ഛൻ വരുമ്പോ അരി മേടിച്ചോണ്ടരി. എന്തായാലും പൈസ കൊടുക്കാതെ പറ, ഭാസ്കരന്റെ കടയിൽ അച്ഛൻ പറഞ്ഞാൽ തരും. നോക്കട്ടെ. ഇപ്പൊ തന്നെ അവിടെ കുറെ കൊടുക്കാണ്ട്. വാങ്ങിക്കൊണ്ടുവന്നാ 3 നേരം തിന്നോളും. ഒരു പണിയില്ലാത്ത സുധാകരേട്ടന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷെ പേരിനെങ്കിലും മെമ്പറായ കൈമളിന്റെ അവസ്ഥ എങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇതിനേക്കാളും മോശമാണ്. മോളെ, എന്റെ കുഴമ്പെടുക്കാൻ മറക്കല്ലേ. ഇപ്പൊ എടുത്തുണ്ട് രംഗമലമ്മേ. ആ, ഇതിങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. നന്നായിട്ട് ടേപ്പ് ഒട്ടിക്കണം. അച്ഛാ, ഇതൊന്ന് ശരിക്കും ഒട്ടിച്ചു തരുമോ? ഇവിടെ വെക്കട്ടെ ചേച്ചി? അവിടെയല്ല, ഇവിടെ ഈ സൈഡിൽ വെച്ചാ മതി. മോളെ, നിനക്ക് അച്ഛനെയും കൂടി കൊണ്ടുപോകാനുള്ള വിസ കിട്ടത്തില്ലേ? ആഹാ, നന്നായി. അവിടെയുള്ളവരോടൊക്കെ അച്ഛൻ വലിയ ആളാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നെ. ഇതിപ്പോ എയും ബിയും കൂടി കൂട്ടി വായിക്കാൻ അറിയില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പിന്നെ നാളെ വന്ന് ആ മുഷ്ണി കിടക്കുന്ന ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വെക്കണം. ഇത് നീ അലക്കിയെടുത്തോ. മോളെ വസുമതി, മെമ്പർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആളാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കമലമ്മേ. ഇവിടല്ലേ? ആ, അവിടെ വെച്ചോ. ഭാര്യയും മോളും മെമ്പറെ കൂട്ടാണ്ട് ഗൾഫിൽ പോയപ്പോ മെമ്പർക്ക് കാര്യം മനസ്സിലായി. പഠിത്തത്തിന് ജീവിതത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടെന്ന്. അന്ന് വരെ വലിയ കാര്യമായിട്ട് കാണാത്ത 10ാം ക്ലാസ് പഠിത്തം അന്ന് മുതലൊന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചു. അല്ല, ഓരങ്ങനെ ഉഷാറാക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളാണല്ലോ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഞാനും കൂടെ വിചാരിക്കണ്ടേ. ശിവനെ കാത്തോളനെ, രക്ഷപ്പെടുത്തണേ എന്റെ മാത്രം. പിടി. നമസ്കാരം. മെമ്പർ പറയണ ഉള്ളത് തന്നെയാണോ? ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. 7ാം ക്ലാസ് ജയിച്ചവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല. 10ാം ക്ലാസ് പരീക്ഷ, എന്താ അതിന്റെ പേര്? തുല്യതാ പരീക്ഷ. 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാം. ഇത് ജയിച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ശരിയാ പ്രസിഡന്റ്. 7ാം ക്ലാസ് പാസ്സാവണം അല്ലേ? അപ്പൊ എനിക്ക് പറ്റില്ല. ഞാനൊരു 10-25 മാർക്കിനുള്ളിൽ ഫെയിൽ ആയി പോയതാ. പ്രസിഡന്റ് എന്തായാലും പറ്റില്ല. പക്ഷെ പ്രസിഡന്റ് ഈ വക കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് അതൊരു നല്ല കാര്യമായിരിക്കും. പ്രസിഡന്റിന്റെ പാർട്ടിന്റെ പ്രകടന പത്രികയില് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുമെന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഈ ഏറെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സാ. വനും പാസ്സാ. വെറുതെ അല്ല വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നത്. ഞാൻ ആലോചിക്കട്ടെ കേട്ടാ. നമ്മളെ ബോർഡൊക്കെ ബോർഡേ പങ്കജാക്ഷം പിള്ളേരെന്താ അത് പറയുമ്പോ ബോർഡും കാണിച്ചിട്ട് പോണ്? അത് ഈ 10ാം ക്ലാസ് പരീക്ഷ ഏത് വയസ്സന്മാർക്കും നേരിട്ട് എഴുതാന്നാ പറയണത്. നമ്മളെ മെമ്പറാ അതിന്റെ ആള്. ഇലക്ഷൻ അടുക്കുമ്പോഴേ എല്ലാരും ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അതായിരിക്കും. അതൊന്നും അല്ല ഇത്. അല്ല ഷൈജോ, ശരിയാണ്. ഇവിടെ പഠിപ്പിക്കാൻ ഒരു മാഷ് വന്നിട്ട്. വന്നിട്ടുണ്ട്. ഓനെ കാണാൻ പെരുത്ത് മൊഞ്ച. നമ്മളെ സിനിമാ നടൻ മമ്മൂട്ടിനെ പോലെ ഇരിക്കൂ. എന്നാ പിന്നെ നമുക്കെല്ലാം കൂടി പഠിക്കാൻ ചെന്നാലോ? അതിന് നിങ്ങളൊക്കെ 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതിന് 7ാം ക്ലാസ് പാസ്സാവണം, എന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ.
അബു വന്നല്ലേ? അബു നമ്മുടെ മാഷെത്തി. സലാണ്ട് മാഷേ. നമസ്കാരമുണ്ട്. ചായ. മോളാണോ? അല്ലാന്നേ, മെമ്പറിന്റെ മോള് കെറ്റോന്റെ കൂടെ ഗൾഫിലാന്നേ. പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഇയാളുടെ കെറ്റോള് ഓരങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഗൾഫില് മെമ്പറിന്റെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇയാളൊട്ട് പോയൂല. ഞാൻ അപ്പുറത്തെ വീട്ടിലാ. മെമ്പർച്ചിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്. അപ്പോ അബൂയ്ക്ക് മാത്രമാണ് ജോലി ഉള്ളത്, ബാക്കി എല്ലാരും ഫ്രീ ആണല്ലേ? ക്ലാസ് എപ്പോ തുടങ്ങും മാഷെ? ക്ലാസ് തുടങ്ങാം, പക്ഷേ നമുക്ക് ഇത്ര ആളുകൾ പോരാ. അതിപ്പം 7ാം ക്ലാസ് പാസ്സായവരെ കിട്ടാന്ന് പറഞ്ഞാല് ഈ നാട്ടില് വലിയ പാടാ മാഷെ. അപ്പോ നിങ്ങൾ എന്തിനാ 10ാം ക്ലാസ് പാസ്സാകണമെന്ന് ആഗ്രഹിച്ചത്? അതിപ്പോ ഞങ്ങളെ വീട്ടില് വയസ്സായപ്പോൾ വീട്ടിൽ അവഗണന, അതല്ലേ സത്യം? നിങ്ങളെപ്പോലെ അവഗണന സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പറ്റുന്നത്ര ആളുകളെ സംഘടിപ്പിക്കണം, ലിസ്റ്റ് ഇട്ട് നോക്കണം, അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ നമുക്കൊന്നും കൂടി തപ്പല്ലേ മെമ്പറെ? മലയാളി മര്യാദയ്ക്ക് തുടക്കണം. എന്താടാ? ആ മെമ്പർ കൈമളും ടീമും ഇവിടെ 10ാം ക്ലാസ് പരീക്ഷ ചെയ്താ പോണം. കൂടി മാഷുണ്ട്. കുറെ വയസ്സന്മാരെയും കൂട്ടി 10ാം ക്ലാസ് പഠിപ്പിച്ച് പാസ്സാക്കാൻ മെമ്പർ മാഷെ കൊണ്ടുപോകും. നടക്കത്തില്ല. അഥവാ അത് നടന്ന നമുക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ടത് മുടക്കണം. ലാസർ മുടക്കിയിരിക്കും. ഈ വെറുതെ ചലക്കണ്ട. എന്റെ പണിയെടുത്തോണ്ടി. പണി കൊടുക്കണം. മാഷക്കും കൂടല്ലോ ഉത്സവം. തീർച്ചയായും 3000 കൊല്ലത്തോളം പഴക്കമുള്ള അമ്പല. ഭയങ്കര ഗംഭീര ഉത്സവങ്ങളൊക്കെ കൊണ്ടാടിയ ഒരു അമ്പല. ഇതൊന്നല്ല ഇനിയുണ്ട് കാണാൻ. വടക്ക് സൈഡിൽ നമസ്കാരം. സുഖം തന്നെയല്ലേ? ആ മെമ്പറെ, നാട്ടിലൊക്കെ നല്ല വികസനമല്ലേ? എന്തത്ര സുഖം പോരാത്ത? കച്ചവടമൊന്നും ഇല്ലേക്കാ? മീനൊന്നും ആരും എടുക്കുന്നില്ലേ? നമ്മളെ പഠിപ്പിക്കാൻ വന്ന മാഷ് അല്ലേ? ഞാനൊന്ന് പരിചയപ്പെടണം വിചാരിച്ചിരിക്കേനി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. മാഷ് നിങ്ങൾ ഈ നാടത്ര ശരിയല്ല, ഞാനും അത്ര ശരിയല്ല. മര്യാദയ്ക്ക് ഒരു വട്ടം പറയും. ഈ പഠിപ്പിക്കലെല്ലാം നിർത്തി നാട് പിടിക്കാൻ നോക്ക്. അതാണ് തടിക്ക് നല്ലത്. ഈ തോക്കൊക്കെ ഒരു പഴയ സ്റ്റൈലാ. അച്ചായൻ മല കയറിയിട്ട് പന്നീനെ തോട്ട വെച്ച് പിടിക്കാറുണ്ട്. അതുപോലൊരു തോട്ട ഈ നെഞ്ചത്ത് വെച്ചിട്ട് അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ആ ഇറച്ചി കെട്ടിപ്പോഞ്ഞ് നാട്ടിലേക്ക് അയക്കും. ലാസ്റേട്ടന്റെ മര്യാദയ്ക്ക് വളരെ നന്ദി. പിന്നെ നാട്ടിൽ പോകുന്ന കാര്യം അങ്ങനെ തിരിച്ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തിരിക്കാൻ ആരുമില്ല. ഇതാണിപ്പോ എന്റെ നാട്. ഇനി വേറെങ്ങോട്ടും ഇല്ല. ലാസറേട്ടൻ ചെല്ല്, അധികം വെയിൽ കൊള്ളണ്ട. എന്നാ പിന്നെ ശരി, വരട്ടെ. വണ്ടിയുടെ കാരണം വാ വാ. സ്കൂളിന്റെ കാര്യത്തിൽ ഹാജിരെ പോയി കാണുന്ന എപ്പോഴാ? ഇപ്പൊ പോകണം മാഷ്. പ്രസിഡന്റ് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ നിലയിൽ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാം. നമസ്കാരം. അസ്സലാമു അലൈക്കും ആചാരെ. നമസ്കാരം. വലൈക്കും അസ്സലാം. നിങ്ങൾ കുത്തിരിക്കും. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ആചാരെ, പ്രസിഡന്റ് വിളിച്ചിരുന്നല്ലോ അല്ലേ? പ്രസിഡന്റ് വിളിച്ചിരുന്നോ? പക്ഷെ നമുക്ക് കാര്യമൊന്നും പൊടി കിട്ടിയില്ല. മെമ്പറെ, ആചാര്യക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കി. ആചാര്യ, അതിപ്പം ഈ നാട്ടിലെ 7ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്കൊക്കെ 10ാം ക്ലാസ് പരീക്ഷ നേരിട്ട് എഴുതി ജയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിനെന്താ, എല്ലാരും എഴുതി അങ്ങോട്ട് ജയിക്കുക.
അതിനിപ്പോ നമ്മളെന്താക്കാനാ? അതിന് ഞമ്മക്ക് പഠിക്കണോ ആചാര്യ? പഠിക്കണം, നല്ല പരീക്ഷയ്ക്ക് പാസ്സാവുള്ളൂ. അതുകൊണ്ട് ആചാര്യ സ്കൂളും സൗകര്യം ചെയ്തെന്നാ നന്നായിരുന്നു. അതിന് നമ്മുടെ സ്കൂളിൽ 7ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ. ഞങ്ങളെ പഠിപ്പിക്കാൻ പുറത്തുനിന്നൊരു മാഷ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി സ്കൂളൊന്ന് വിട്ടിട്ടിയ സൗകര്യമായിരുന്നു. അതെങ്ങനെയാണ്? അതെങ്ങനെയാ സാധിക്കുക? കൊറേ ചെറിയ കുട്ടികൾ പഠിക്കുന്നിടത്ത് വന്നിട്ട് നിങ്ങൾ 3-4 വയസ്സന്മാര് വന്നിട്ട് എന്ത് ചെയ്യാനാ? അതിന് ഞങ്ങൾക്ക് ശനി ഞായറും മാത്രം മതിയല്ലോ. അന്ന് കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ. ഓ, അത് മതിയല്ലേ? ആ, എന്നാ പിന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയില്ലേ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കോളി. പോരെ? സന്തോഷായില്ലേ? എന്നാ എല്ലാരും പോയിട്ട് വരി. ചായ കുടിച്ചിട്ടായിരിക്കും വന്നല്ലേ? ആൾക്കാരെ തപ്പി പിടിക്കണം മെമ്പറെ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ അങ്ങോട്ട് വരണ്ട, നമ്മളങ്ങോട്ട് വരാം. അതിനെല്ലാരും പോയില്ലേ? പോയിക്കണോ? എന്നാ ഇങ്ങോട്ട് പോര്. അല്ല, ഈ വന്ന ആളുകളൊക്കെ കാണാനാണോ ഈ ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത്? അത് ഞമ്മള് കണ്ടില്ല, പറഞ്ഞത് കേട്ടിക്കണ്. ജേ, ആ മുഖത്തുള്ള തുണി കണ്ടിട്ടേക്ക്. കാറ്റ് കൊണ്ടിട്ടേ മോര് കറുത്തു കൊണ്ട. ഞമ്മളെ ബീവി എപ്പോഴും ഊറിയങ്ങളെ പോലെ ഇരിക്കണമെന്നാണ് ഞമ്മളെ മോഹം. ഇക്ക, എന്തേ? എനിക്ക് പഠിക്കണം. ഞാൻ 7ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഞമ്മക്ക് സ്വന്തം സ്കൂളുണ്ടായിട്ട് ഞമ്മള് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞമ്മളെ മോക്കെ 7ാം ക്ലാസ് തന്നെ അധികമാണ്. എനിക്ക് പഠിക്കണം. ഞമ്മള് പോവും ചെയ്യും. വിട്ടില്ലെങ്കില് നിങ്ങള് വേറെ ബീവിനെ നോക്കിക്കോളി. വേറെ ബീവിനെ നോക്കാനോ? എന്റെ റബ്ബേ, ഇനിയിപ്പോ എത്രാമത്തേനാ നോക്കുക? മൊയ്തു വന്നില്ല? അയാൾക്ക് വീട് പണിയുടെ തിരക്കാണെന്ന്. അയാളുടെ മോൻ ബഷീറാണെങ്കിലാ പൈസ ഇങ്ങനെ ഭാരി കോരി അയച്ചു കൊടുക്കണെന്ന്. പിന്നെ ബഷീറിന്റെ പെണ്ണുങ്ങള് ഫാത്തിമ അയാളെ നിലക്ക് നിർത്തണില്ല കേട്ടോ. നടുവും മുതുവൊന്നും വയ്യാതായി. ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോണ ആള്. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതിൽ സുധയുണ്ട്, പിന്നെ ഇയുണ്ട്, പിന്നെ ഞാന്, നമ്മുടെ വേലായുധ, കൃഷ്ണൻ, പണിക്കര്, പിന്നെ കുട്ടപ്പ, വർഗീസ് ഇല്ലേ നമ്മുടെ ബസ്സിൽ പിന്നെ കല്യാണി, സരസ്വതി, മറിയാമ്മ. ഇതില് കല്യാണിയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. അവരുടെ ഒരു മകണ്ടല്ലോ, ഒരു പ്രശ്നക്കാരൻ. പിന്നെ പഴയ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും, അത് ഞമ്മള് ശരിയാക്കിക്കോളാം. കല്യാണിയുടെ വീട്ടില് നമ്മള് ദിവസം പോണാണല്ലോ. അതിലും വലിയ പ്രശ്നം സരസ്വതിന്റെ. അവിടെ നമ്മൾ എല്ലാവരും ചേർന്നൊന്ന് പോണം, ഓരായിട്ടൊന്ന് സംസാരിക്കണം. ഓരോ കെട്ടിയവനൊരു ബട്ട് കേസാണല്ലോ. നമ്മൾ അവിടെ പോയാൽ മാത്രം പോരാ, അവിടെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിക്കണം, എന്നാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അത് ശരിയാ. നിങ്ങൾ പോയി ഒരു കുപ്പായിട്ടുണ്ട് വന്നേ, നമുക്കിപ്പൊ തന്നെ പോവാം. ചെല്ലു. ശരി. കാര്യമായിട്ട് സംസാരിക്കില്ല കേട്ടോ, പറ്റൂലെന്ന് പറയാം. നമസ്കാരം. ആരാ? എന്താ? എന്നെ അറിയാതിരിക്കല്ലോ അല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാ? ഇങ്ങനെ മനസ്സിലായില്ലേ? കൊള്ളാം. ഇങ്ങനെ ഇവിടുത്തെ വാർഡ് മെമ്പർ കൈമള്, അത് സുധാകരൻ, നമ്മൾ അബു. ക്ഷമിക്കണം, എനിക്കങ്ങനെ പുറത്തോട്ടൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ടാണ്. കേറിയിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല, വന്ന കാര്യം പറയാം. ഞങ്ങളെല്ലാരും കൂടി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. അന്വേഷിച്ചപ്പോ സരസ്വതി 10ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്നറിഞ്ഞു. താല്പര്യം ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ സ്കൂളിലേക്കൊന്ന് വരണം. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ, അകത്തേക്ക് പൊക്കോളൂ. ഭർത്താവാണ്, കണ്ടില്ലേ? ഇതാ അവസ്ഥ. മോളെ, അച്ഛനെ കൊണ്ടുപോയാക്ക്. എന്തായാലും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നോക്കട്ടെ, പറ്റിയാ വരാം. ശരി, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ ഒരാളെയും കൂടി കിട്ടിയല്ലോ.
നോക്കിയോ ഇനി ആള് വരും മെമ്പറെ. വന്നാ മതിയായിരുന്നു. ജീവിതം എന്ന് പറയണ എന്താ കല്യാണി? ജനിക്കണ്, പിന്നെ കൈതനെ പോലെ അങ്ങോട്ട് ജീവിക്കണ്, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് മയ്യത്താകണ്. അതിൻ്റെ ഇടയ്ക്ക് ഇമ്മാതിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്താ മനസ്സിനൊരു സുഖം ഉണ്ടാവും. അബൂക്ക, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ശശിയുടെ സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ബാഗും കൊടയും ചുറ്റും പാത്രം എടുത്ത് സ്കൂളിൽ പോണേ. വേറെ പണിയില്ലേ? നിങ്ങളൊന്ന് പോയേ. അമ്മേ വാ. ചീഞ്ഞ മീനും കൊണ്ട് മൂപ്പരൊരു ചീഞ്ഞൊരു ഉപദേശം. അബൂക്ക, ഞാനൊന്ന് നോക്കട്ടെ വരാൻ പറ്റുമോ? ആയിക്കോട്ടെ കല്യാണി, വെൽക്കം ടു അവർ സ്കൂൾ. അല്ല, നമ്മുടെ മീന്റെ കായ് കിട്ടിയില്ല. അത് നിങ്ങള് പറ്റില്ല എഴുതിക്കോളി. ഓ, ഇങ്ങടെ പറ്റെഴുതി എഴുതി നമ്മുടെ ബുക്ക് തീർന്നിക്കണ്. അല്ല, നമ്മളിവിടെ ഇങ്ങനെ നിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ആരും കാണാത്തോണ്ട് ചോദിക്കുക. എന്റെ പണിക്കരെ ഇവരൊക്കെ വീട് കളിച്ചെന്ന് ഞാൻ പറഞ്ഞതാണ്. നേരിട്ട് വീട് കളിച്ചെന്ന് പറഞ്ഞതാണ്. നമ്മുടെ ആളുകളല്ലേ. 10 മണി എന്ന് പറഞ്ഞാൽ 12 മണിയാവും. അല്ലാതെ നമ്മളെ മെമ്പർ ഒരു കാര്യം പറഞ്ഞാൽ സാധിക്കൂന്ന്. കുറെ നേരമായല്ലോ, ആരെങ്കിലുമൊക്കെ വരുവോ? വരും മാഷേ, വരും. ശരി. എനിക്ക് തോന്നുന്നില്ല ആരും വരുന്നു. അതെന്താണ് പണിക്കരെ, നിങ്ങൾ അപ്പളേക്ക് ആശിച്ചു നോക്കി ആരും വരൂലെന്നുള്ളേ? ഒന്നും മിണ്ടാതിരിന്ന്. അല്ലാതെ വരുന്നത് കണ്ടോ? അതേ വരുന്നത് കണ്ടോ മെമ്പറേ? നിങ്ങള് പറഞ്ഞ പോലെ ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസം. ഞാനും കൂടെ നിങ്ങളെ കൂടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കേറിക്കോളി. നമസ്കാരം. ഇരിക്കൂ, ഇരുന്നോളൂ. ഇനി ആരെങ്കിലും വരാനുണ്ടോ സുധാകരേട്ടാ? ഇല്ല, ഇനി ആരുമില്ല. ഇത് നിങ്ങൾക്കുള്ള നോട്ട്ബുക്കാണ്. കറക്റ്റായിട്ട് എല്ലാം എഴുതണം. നോട്ടൊക്കെ സൂക്ഷിച്ചു വെക്കണം. കണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഇന്നു മുതൽ നമ്മൾ 10ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ വയോജന വിദ്യാഭ്യാസ സമ്പ്രദായം ഉപയോഗിച്ച് നമുക്കിവിടെ പരീക്ഷ എഴുതണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ചുരുങ്ങിയത് 12 പേരെങ്കിലും വേണം. അപ്പോ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ 11 പേരേ ഉള്ളൂ. ഇനി ഒരാളെ കൂടി കിട്ടിയാലേ പരീക്ഷ എഴുതാൻ പറ്റും. നമ്മളിനി ആരെ തെരഞ്ഞു പോയതല്ലേ? മാഷേ, മാഷേ, ഇനിയും കൂടി ചേർക്കോ ക്ലാസ്സില്? ഹാജിയരുടെ ബീവി. ആ, കേറി വന്നോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ്. എന്ന് വെച്ചാൽ വിദ്യയാണ് മറ്റേത് ധനത്തെക്കാളും പ്രധാനം. വിദ്യ നേടാൻ പ്രായമൊരു പ്രശ്നമേ അല്ല. നിങ്ങളിൽ പലരും പല പ്രായക്കാരായിരിക്കാം, 50, 55, 60 അങ്ങനെയൊക്കെ. പക്ഷേ ഇനി നമ്മുടെ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രായമായിരിക്കും. എത്ര വയസ്സാണെന്ന് പറയാമോ? 10ാം ക്ലാസ്സിലെ പ്രായം 16. അതെ, 60-ൽ നിന്നും 16 വയസ്സിലേക്ക് അല്ലേ? എന്നാ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ എല്ലാവരും?
അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ഇത് മുഴുവൻ എഴുതിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് നാളെ വരും. അപ്പൊ നാളെ കാണാം. ശരി മാഷെ. ഓക്കെ. ആ ശരി ഇത് മുഴുവൻ എഴുതണോ? വേഗം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ കച്ചവടം കുറച്ചും കൂടി ഉണ്ടായിരുന്നു ബാക്കി. അല്ല ഇത് മുഴുവൻ തന്നെ എഴുതണോ? എഴുതി കഴിഞ്ഞില്ലേ ചങ്ങായി? ഒന്ന് വേഗം നോക്കിക്കോളൂ. ഞമ്മള് ജയിക്കൂട്ട, എഴുതി ജയിക്കും നമ്മൾ. നല്ലോണം എന്റെ നോക്കി എഴുതിയല്ലേ, അത് മിക്കവാറും ഉണ്ടാവും. അപ്പൊ നാളെ ഭക്ഷണം കൊണ്ടുവരല്ലേ? ഇന്ന് സരസ്വതി അങ്ങോട്ടല്ലേ പോണത്? ഞാനിങ്ങോട്ടോ. ദേവകി, ഓ ദേവകി, ഓ ഞാൻ പലവട്ടം പറഞ്ഞതാ പോണ്ടാന്ന്. വയസ്സാം കാലത്ത് 10ാം ക്ലാസ് ജയിക്കാൻ നടക്കുന്നു. 10 ജയിച്ചിട്ട് ഉദ്യോഗസ്ഥയാവാൻ പോവല്ലേ? ഞാൻ വെറുതെ ചോദിച്ചൂന്നേ ഉള്ളൂ. നീ കാശൊന്നും തരണ്ട, എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തോളാം. പെൻഷൻ കിട്ടിയ കാശുണ്ടല്ലോ. ആഹാ, അത് കൊള്ളാം. അടുത്ത പെൻഷൻ കിട്ടിയിട്ട് മോക്ക് പാത്രം മേടിക്കാന്ന് പറഞ്ഞ അമ്മ മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല. എനിക്ക് പാച്ചറൊന്നും വേണ്ട, അച്ഛമ്മ ഫീസ് എടുത്തോട്ടെ. ഞാൻ പോരാ. തിരിച്ച് 2 കാലത്ത് തന്നെ വന്നേക്കണേ. ആദ്യമൊക്കെ അവന് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഞാനങ്ങ് വാശി പിടിച്ചു. എനിക്ക് എന്താണെങ്കിലും പോകണം. ഇങ്ങനെ വെറുതെ വെള്ളം ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. നമ്മളിപ്പൊ ശരിയാക്കി തരാം. അത് ശരിയാ. ഇനിയിപ്പൊ പരീക്ഷയുടെ കാര്യം ഓർത്തിട്ട് രണ്ടുപേരുണ്ടല്ലോ. നല്ല മണുണ്ടല്ലോ. മണമുണ്ടാ? ഓ, ഇത് ജന്നത്തുൽ ഫിർദൗസാ. അശ്വർ വന്നിട്ടുണ്ടേ. അശ്വർ നമ്മക്ക് തന്നതാ. മണക്കണം നിങ്ങക്ക്? എനിക്ക് അത്രന്റെ മണം പിടിക്കില്ലെങ്കിൽ വേണ്ട. അബു, ഈ കാര്യം പറയേ. ആ അതെ, ദാമോദർ മാഷ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോടോ? ആ സരസ്വതി, ഒന്നിങ്ങടെ വന്നേ. ഒന്നിങ്ങട് ബാ സരസ്വതി, ഞമ്മളൊരു കാര്യം പറയട്ടെ. വാന്നേ. അല്ല, ഞാനും കൂടെ അറിയട്ടെ. നിങ്ങൾ അറിയണ്ട. വാ. സരസ്വതി എന്നോട് പറഞ്ഞാ മതി. വേഗം വരണം കേട്ടോ. നിങ്ങള് സാരി എടുക്കുമ്പോ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടാ. കല്യാണിക്ക് എന്നെ മനസ്സിലായില്ലേ? അത് മറന്നു. അല്ല, മറന്നിട്ടല്ല, ഓർക്കാതിരുന്നിട്ടും അല്ല, പേടിയായിട്ടാ. ഇനി ഒരിക്കൽ കൂടി ഒന്നിനും വയ്യ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണ് നീയ. ആ ഇഷ്ടം എപ്പോഴും ഉണ്ട്. പഴയതെന്തോ ചിന്തിച്ചു പോയതാ. വയസ്സാം കാലത്ത് പഞ്ചാര അടിച്ച് നിൽക്കാതെ പോവാൻ നോക്കും. പതിവായി നാം ഒന്നു ചേരാം, പലതും നെഞ്ചോട് ചേർക്കാം, നേടാം സ്വപ്നങ്ങൾ പോലെ വീണ്ടും എല്ലാം ഒന്നായി ഒന്നായി. പതിവായി നാം ഒന്നു ചേരാം, പലതും നെഞ്ചോട് ചേർക്കാം, നേടാം സ്വപ്നങ്ങൾ പോലെ വീണ്ടും എല്ലാം ഒന്നായി ഒന്നായി.
നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് ചോയ്ക്ക്. ആരുമില്ലല്ലോ, ഒന്ന് തുണി പൊക്കി കാണിച്ചു തരും. പോടാ നിങ്ങാക്ക. നാളിത്ര വൈകിട്ടും നാം എത്ര മാറിയിട്ടും വന്നു നമ്മൾ അറിവെന്ന നല്ല നിധി തേടി. മായാത്ത വർണ്ണങ്ങൾ കാണുന്നു നാം എങ്ങും. ഏതോ പൂവിൽ അലിവോടെ പൂക്കും ഇതൾ പോലെ ഈ മധുരം എന്നുള്ളിനുള്ളിലൊരു മോഹം. ബാല്യം ഇനിയും കൈവന്നു ചേരുവാൻ മോഹം. മനസ്സിൽ പലതും ചേർത്തു വെക്കുവാൻ മോഹം. പതിവായി നാം ഒന്നു ചേരാം. പലതും നെഞ്ചോട് ചേർക്കാം. നേടാം സ്വപ്നങ്ങൾ പോലെ വീണ്ടും എല്ലാം ഒന്നായി ഒന്നായി. അത് നമ്മുടെ സരസ്വതിയുടെ കെട്ടിയോനാണ്, പട്ട് കേസാണ്. പക്ഷേ മഴയെത്ര വന്നിട്ടും വിഴിയെത്ര മാറിയിട്ടും വീണ്ടും ഇതിലേ ഈ നമ്മൾ വന്നു പ്രിയമോടെ. കൈകോർത്തിരിക്കാനും കണ്ണീർ തുടയ്ക്കാനും തമ്മിൽ തുണയായി തണലായി വന്നു നിറയാനും. ഈ കളിയും ചിരിയും എന്നെന്നും ഉള്ളിൽ നിറയണം. എന്നും സ്വന്തം എല്ലാരും എന്ന് തോന്നണം. സ്വർഗം പോലെ ഉള്ളു താനെ നിറയണം. പതിവായി നാം ഒന്നു ചേരാം. പലതും നെഞ്ചോട് ചേർക്കാം. നേടാം സ്വപ്നങ്ങൾ പോലെ വീണ്ടും എല്ലാം ഒന്നായി ഒന്നായി. അതിലെ കൂടെയൊക്കെ നടന്നിട്ടുണ്ടല്ലേ? വേണമെങ്കിൽ ഒരാൾക്കും കൂടി കേറാട്ടാ. വേണ്ടക്ക പോയിക്കോ. മുന്നോട്ട് നോക്കിട്ട് വയസ്സായ വീട്ടില് പട്ടീന്റെ വിലയാ. കല്യാണിക്ക് എങ്ങനെയാ? വേലക്കാരുടെ വില പോലും ഇല്ല. പിന്നെന്ത് ചെയ്യാനാ, മക്കളായി പോയില്ലേ, സഹിക്കുക. സുധേട്ടന് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? ഈ മഞ്ചാടി മരം ഇവിടുന്ന. കല്യാണി, കല്യാണി നിക്ക്. ഒരെണ്ണേ ഉള്ളൂ. നീ എടുത്തോ. അത് സുധേട്ടൻ കഴിച്ചോ? എനിക്ക് വേണ്ട. കല്യാണി നിക്ക്. ഓടല്ലേ കല്യാണി. കല്യാണി കല്യാണി നിക്ക്. ഇതാ ഒരു സാധനമുണ്ട്. ഒരെണ്ണല്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒന്നൊക്കെ പുറത്തു പോയി വന്നൂടെ? എല്ലാരും നല്ല ഉഷാറിലാണല്ലോ. ഉഷാറുണ്ടാവും, ബീവിയുള്ളല്ലേ.
എല്ലാരും എത്തില്ല. എന്താണ് നമ്മള് ബീവി ഒന്നുമില്ലേ? ബീവിക്ക് നല്ല സുഖം തന്നെ. നമ്മളന്ന് ഒന്നൊക്കെ ബാക്കാൻ തന്നെ. അല്ല മെമ്പറേ, ഞാനല്ലോട് ഓനാണ് അന്നെ അനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട് പണിക്ക്. അനക്ക് ഞാനും വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വന്നോളണ്ടേ. എന്താണ് കാക്കങ്ങൾ കളിക്കുക? എന്തേ പറ്റൂലേ? മാഷ് വരുന്നത് നല്ല സാധനം. മാഷ് വരുന്നേ. മാഷേ നമസ്കാരം. നമസ്കാരം. അപ്പോ നമ്മുടെ മെയിൻ എക്സാം അടുത്ത മാസമാണ്. എല്ലാവരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ റേഷൻ കാർഡ് മസ്റ്റാണ് കേട്ടോ. എന്താ നിങ്ങൾ 3 പേരും കൂടെ ഒരു ചിരി? ഞങ്ങളോടും കൂടെ പറ, ഞങ്ങളും ചിരിക്കട്ടെ. അതെ മാഷേ, ഒരു സംശയം ചോദിക്കട്ടെ. എല്ലാവരുടെയും മോന്തായം ഫോട്ടോയിൽ കാണുമ്പോ ഈ ഹാജിയരുടെ ബീവിയുടെ കണ്ണ് മാത്രം ഫോട്ടോയിൽ കണ്ടാ മതിയാ? അങ്ങനെയാണ് ഇപ്പൊ എന്താ സുഖം? ബീവി സ്റ്റുഡിയോയിലൊന്നും പോണ്ടല്ലോ, ആരെങ്കിലും പോയി ഫോട്ടോ എടുത്താ പോരെ. ആ കാര്യത്ത് കുട്ടികൾ ആരും തല പോയിക്കണ്ട കേട്ടോ. എന്റെ കയ്യില് ഫോട്ടോ ഉണ്ട് മാഷേ. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തിരുന്നേ. ബീവിയെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരണട്ടോ. ശബ്ദത്തിന് നല്ല മൊഞ്ചാണ്. ആ മോന്തായത്തിന് ഭംഗിയുണ്ടാന്നൊന്നും അറിയായിരുന്നു. അതെന്തിനാ? അതുവരെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ പൊട്ട ചങ്കരന്മാർക്കിടയിലേക്ക് അക്ഷരത്തിന്റെ ചിറക് വിരിച്ച് പത്രം പറന്നിറങ്ങി. അതെ, പത്രം ഇടുന്നതൊക്കെ കുഴപ്പമില്ല. മാസം ബില്ലുണ്ട് കൊടുത്താണ്ടി. ഞാൻ കൊടുത്തോളാം. അച്ഛന് നാണല്ലേ റോഡിലിരുന്ന് ഇങ്ങനെ സംഘടിക്കാൻ? എല്ലാത്തിനും ഒരു പ്രായമൊക്കെ അല്ലേ? അത് ഞാൻ അനാവശ്യമൊന്നും കാണിച്ചില്ലല്ലോ. നിനക്കത്ര ചൊടിക്കാൻ. പിന്നെ നാരങ്ങട്ടായി ഇങ്ങനെ നടക്കുന്നതല്ലേ, ആവശ്യമില്ലല്ലോ. ഈ വീടും പറമ്പ് എന്റെ പേരിലാക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതിനൊരു തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാനത് ചെയ്യില്ല. എന്നിട്ട് വേണം അത് വിറ്റിട്ട് നിനക്ക് കുടിച്ച് കൂത്താടി നടക്കാൻ. നോക്കി, ഈ ഹാജിയാരുടെ ബീവിയുടെ മുഖങ്ങൾ കണ്ടുക്കണോ? കാണാനൊരു ഭംഗിയില്ല, ഇത്തിരി നിറണ്ട്. അവരെന്താ ഇങ്ങനെ മാറിയിരുന്ന് സംസാരിക്കുന്നേ? ആ ഇരിപ്പിൽ എന്തോ ഒരു പെശകുണ്ട്. എന്റെ കാലം കഴിഞ്ഞിട്ട് ഓൻ എന്താ വെച്ചാ ചെയ്തോട്ടെ. എന്റെ സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഓനെ പോറ്റാൻ വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടത്. എന്നിട്ട് പോൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്ക് വിഷമം. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓനങ്ങനെ പറഞ്ഞോന്ന് വെച്ച് ഇപ്പൊ പെട്ടെന്ന് വീടും സ്ഥലം വിൽക്കാനൊന്നും പറ്റൂലല്ലോ. സാരല്ല. സുധാകരേട്ടാ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല. എനിക്ക് ടൗൺ വരെ ഒന്ന് പോണായിരുന്നു. എല്ലാവരോടും ഒന്ന് പറയാം. എന്താ ഇത്? എന്താ ഇത്? കൈ വിട്. രണ്ടു മൂന്ന് ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും എന്നാ തോന്നുന്നു. ശരി, ഭയങ്കര നല്ല പറ്റിയിട്ടില്ലേ? കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ആണോ? ഇതാരാണ് ഈ
പണി ഒപ്പിച്ചെന്നറിയാതാണ് പറയാതെ. ആരാ ഈ പണിയൊപ്പിച്ചെന്ന് വല്ല പിടിയുണ്ടോ? എനക്കറിയോ? ഞാനല്ല, എനിക്കറിയില്ല. മുതലാളി അറിയാതെ. ശരിയാടോ, ഞാൻ അറിയാതെ വേറെ ആരായി നാട്ടിൽ കളിക്കാൻ വരുന്നത്? മുതലാളി ടൗണിൽ നാളെ ഇറക്കിയിട്ടുണ്ടാവുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാറ്റി പറഞ്ഞ് കൊച്ചാവാൻ നിൽക്കണ്ട. എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോ. ആ കിളവന്മാരുടെ കയ്യിലാട്ടം ചെന്ന് പെടണ്ട. സൂക്ഷിക്കണം. ജമാലേ, പൊറാട്ടക്ക് മാവ് തെച്ച് അടിക്കാൻ നോക്കിട്ടോ. ആ നിങ്ങളൊക്കെ ഇവിടെ നിക്കണുണ്ടായിരുന്നു. അല്ല, ആ മാഷിന്റെ കയ്യോ കാലോ ആരോ അടിച്ചു പൊട്ടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? കാലല്ല കോവാലട്ടാ, കയ്യാ. കയ്യാണല്ലേ? ഇരുട്ടടിയാണ്, ആരാന്നൊന്നും അറിയില്ല. ലാസറാണെന്നാ തോന്നുന്നത്. ആ അങ്ങനെ വരട്ടെ. ആ ലാസറിന് നേരത്തെ മാഷോട് കുറച്ച് ദേഷ്യമുണ്ട്. ലാസർ തന്നെ ആയിരിക്കും. എന്തായാലും മാഷേ ആശുപത്രിയിൽ നിന്ന് മെമ്പറെ വീട്ടിൽ കൊണ്ടുപോകണമെന്നാ കേട്ട്. അതെയോ? ഓ, എന്റെ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോ മാഷക്ക് എന്തോ ഒരു നാണം. ഈ വയ്യാത്ത കൈ വെച്ച് ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിൽക്കാനോ? ഇങ്ങോട്ട് കൊണ്ടുവന്ന് നന്നായി. മോളെ, ആ മുറി വൃത്തിയാക്കിയിട്ടില്ലേ? ആ വാ മാഷേ, അകത്തേക്ക് പോവാം. അയ്യോ വേണ്ട, കുഴപ്പമില്ല, നമുക്കിവിടെ ഇരിക്കാം. മാഷ് ഉള്ളിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കും മാഷേ. ഞങ്ങൾക്ക് പോയിട്ട് ഇത്തിരി പണിയുണ്ട്. വാ മാഷേ. യജമാനെ ഓർഡർ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിൽക്കാൻ സത്യം പറഞ്ഞ നായാണ്. അതാ നല്ലത്. അപ്പോ നേരത്തിലവനാ എന്താണ് ചെയ്ത്? സെക്കൻഡ് സിനിമയ്ക്ക് കേട്ടമാരെ മുതലാളി, എന്നടാ? എന്റെ മുതലാളി. അയ്യോ, നിനക്ക് നല്ല പരുക്കണ്ടല്ലോടാ. നീ അവന്മാരൊന്നും ചെയ്തില്ലേ? ചെയ്തില്ലെന്നോ? ഞാൻ ഓരോരൊറ്റ ചവിട്ടവിടെ ചവിട്ടി. എന്നിട്ട് അതിലോരോണ്ട് ഒഴിഞ്ഞു മാറി. അതില് പെടലിക്ക് ചെറിയൊരു പരിക്കും പറ്റി. എന്നിട്ടോ? എന്നിട്ടോടെ ഞാൻ അടിച്ച് നിരപ്പാക്കിയില്ലേ. ഇനി 2 ദിവസത്തേക്ക് ഒരു മൂത്രയിക്കാൻ തോന്നില്ല. ആര്? അവര് എനിക്ക് കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോ ഇനി ഈ ജന്മത്തിൽ നീ മൂത്രമേ ഒഴിക്കില്ലെന്നാ പറഞ്ഞു കേട്ടത്. എന്നാടാ അത്? പറഞ്ഞോളി, തൊടല്ല മലയാളി. യവന്മാര് രണ്ടുപേരും പുലികളായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടട്ടാ ഞാൻ ഈ വള്ളത്തിൽ കയറി നിൽക്കുന്നത്.
ഈ കളി ഇനി ഇങ്ങനെ തുറന്നാ പറ്റത്തില്ല. യവന്മാരുടെ പഠിപ്പ് മുടക്കണം. ലാസറിനോടെ കളി. അതൊക്കെ അബ്ബു ഈ നാട്ടിൽ വരുന്നതിന്റെ ഒരുപാട് മുമ്പാ. ശരിക്കും ഒരു കോലാഹലം തന്നെ. എന്തൊക്കെ ബഹളം നടന്നു. അതിന്റെ പേരിൽ ഒരു കൊലപാതകം വരെ നടക്കുന്നു കരുതിയതാ. അപ്പോഴാണ് ഈ കല്യാണീനെ ഇവിടെ നാട് കടത്തിയതും അങ്ങനെ കെട്ടിച്ചയക്കുന്നത്. കൊറേയൊക്കെ നമ്മളും കേട്ടിക്കണ്. സുധാകരേട്ടൻ സീരിയസ് ആയിട്ടാണോ? കല്യാണിക്ക് എന്നെ ഇഷ്ടമല്ലേ? കല്യാണി എന്റെ അടുത്തേക്ക് വന്നിരിക്കുക. അയ്യോ ഞാനില്ല, അച്ഛൻ അറിഞ്ഞ കൊന്നുകളെ. കല്യാണി എനിക്ക് തോന്നുന്നത് സുധാകരേട്ടനോട് ആ അമ്മയ്ക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നാ. തിരിച്ചും സുധാകരേട്ടൻ ആ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹവും ഉണ്ടെങ്കിൽ, ആ ഇഷ്ടം ഞങ്ങൾ എല്ലാവരും കൂടി നടത്തിത്തരും. അല്ലേ മെമ്പറെ? അതിനൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞമ്മള് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് നടക്കണേന്തിനാ? തൽക്കാലം ആരും അറിയണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അതെ, പരീക്ഷയൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ നാളെ എല്ലാവരും ക്ലാസ്സിൽ വരില്ല? പിന്നെ മാഷ് പോയി വിശ്രമിച്ചോളി. മോളെ മാഷക്ക് ഇത്തിരി കഴിഞ്ഞെടുത്തു കൊടുക്ക്. വസുമതിയെ ഇതുവരെ എന്താ കല്യാണം കഴിപ്പിച്ചു വിടാത്തെ? എങ്ങനെ കഴിപ്പിച്ചു വിടാനാ? അച്ഛന്റെ കയ്യില് അതിനുള്ള പൈസ വേണ്ടേ? ഞാനിങ്ങനെ കെട്ടാച്ചരക്കായി നിൽക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അല്ല മാഷേ, മാഷിന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും മാഷ് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് അച്ഛൻ മരണപ്പെട്ടു. പിന്നെ ഞാനും അമ്മയും മാത്രമായി. എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ, പുസ്തകങ്ങൾ വാങ്ങാൻ എൻ്റെ അമ്മ പല സ്ഥലത്തും വീട്ടുജോലിക്ക് വരെ പോയി. പക്ഷേ ഒന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് അമ്മയും പോയി. കഴിഞ്ഞോടി നിന്റെ തെണ്ടല്. അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ മാഷിന് ഭക്ഷണം കൊടുത്തു വരികയല്ലേ. ഉരുട്ടി വായിൽ വെച്ചു കൊടുത്തല്ലോ അല്ലേ? കൈ ഒടിഞ്ഞിരിക്കല്ലേ പാവം. അയ്യോ പാവം. നിർത്തടി നിന്റെ അഭിനയം. നിന്റെ തള്ള ചത്തപ്പോഴേ ഞാൻ വേറെ പെണ്ണ് കേട്ടാത്ത നീ എന്നെ നോക്കൂന്ന് കരുതിട്ടാ. എന്നിട്ട് നാട് നന്നാക്കാൻ നടക്കുന്ന അവള്. എല്ലാരും ഊട്ടി ഉറക്കിയല്ലോ അല്ലേ? ഇവിടെ കഞ്ഞി വെക്കാൻ നിനക്ക് സമയമല്ല. അച്ഛനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടി അവിടുത്തെ എച്ചില്? ഇന്നത്തോടെ ഇത് നിർത്തിക്കോണം. നാളെ നേരത്തെ വന്ന് ഇവിടെ വെക്കണം കേട്ടോ. അതിനിവിടെ അരിയ സാധനം ഇല്ലല്ലോ. കിട്ടണ കാശ് മുഴുവൻ ആ ലാസറിന് കൊണ്ട് കൊടുക്കല്ലേ. വേണേ വന്ന് ചോറുന്നോ. എന്നും ഇത് എന്നെ പരിപാടി. വയോജന വിദ്യാഭ്യാസത്തിന് പിന്നിൽ പെൺവാണിഭം സംഘത്തലവൻ മെമ്പർ. കൊളക്കടവില് അടിപൊളി അടിപൊളി ഒരാള് ഇരക്കടില്ല കേട്ടോ. എല്ലാം കൊണ്ടുപോകും.
അപ്പോഴേ പറഞ്ഞില്ലേ അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അപ്പൊ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി? ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ശശിയല്ലേ വരുന്നത്? വയസ്സായിട്ടും സൂക്കേട് മറാത്ത ഇയാളെപ്പോലുള്ള ആൾക്കാരുണ്ടാവോ? ഇതുമല്ല ഇതിന്റെ അപ്പുറം കേൾക്കേണ്ടി വരും. ഒരു 10ാം ക്ലാസ് ഇനി തള്ളക്കാടാ സൂക്കേട്. ഒരു ഭാഗത്ത് സുനി, മറുഭാഗത്ത് പ്രസിഡന്റ്, ശശി. ഒരു മിനിറ്റ് ഒന്ന് കേട്ട് വരി. ഒറ്റ മിനിറ്റ്. ശരി. എന്താണ്? നമ്മളെ പാർട്ടി ചേരാനേ ഒരുത്തം വന്നിട്ടുണ്ട്. വിളിക്ക്. ഒറ്റ മിനിറ്റേ. ഇതാണ് ആള്. എന്താ പേര്? സുകുമാരക്കുറുപ്പ്. കുറുപ്പാണോ? അതെ, അച്ഛൻ കുറുപ്പ, അമ്മ നായര. എത്ര വയസ്സായി? 30. എന്താ കുട്ടി ഈ ബുദ്ധി വരെ എത്ര നേരം വൈകിപ്പോയി? എവിടെ? എന്ത് മെമ്പർഷിപ്പ്? അത് ഇതാ. അന്നെ ഞങ്ങൾ പാർട്ടിയിൽ എടുത്തിരിക്കുന്ന ഇതാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ്. ചെല്ല്, പാർട്ടിക്ക് വേണ്ടി പോയി മരിക്ക്. എടുക്കണ നന്നായിട്ട് വരും. പോ, ഇനിയും കിട്ടുമോ നോക്ക് പൊട്ടന്മാരെ. അപ്പം നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? സ്കൂളടി ഒന്ന് വേഗം പാർന്നുടാ അങ്ങോട്ട്. വരുന്ന മുതലാളി. സുനിലെ, ലാസറേട്ടന്റെ പറമ്പില് നല്ല പറങ്കിമാങ്ങ ഇട്ട് വാറ്റിയ നാടൻ സാധന. മനസ്സിന് എന്ത് പ്രശ്നം വരുമ്പോഴും ഇത് 2 അങ്ങോട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചോ? സുനിലിനോട് ഞാൻ ഇതൊക്കെ എങ്ങനെയാ പറയാതിരിക്കുക? കല്യാണിയും എൻ്റെ അച്ഛനും എന്തോ ഒരു ബന്ധമുണ്ട്. ഞാനായിട്ട് പറയുന്നതല്ല, നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. ലാസറേട്ടന് കണ്ടത് പറയാന്നുള്ളത് എന്താ ഞാൻ പറയാ? ഞാനത് പറഞ്ഞു. ഇതിങ്ങനെ നടന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് നമുക്ക് നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ഇതിനൊരു അറുതി വരുത്തണ്ടേ? മാറിയിട്ടെല്ലാം കൂടി നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോവും. ചൂടുമില്ല, മധുരമില്ല, ഉപ്പ്. വിമല മരിക്കാൻ നേരത്തിന്റെ കൈ പിടിച്ച് പറഞ്ഞത് സുനിലിന് ദേഷ്യത്തിൽ കൂടുതലാ, നിങ്ങൾ നോക്കിക്കൊള്ളണം. ഓള് മരിക്കുമ്പോ എനിക്ക് വയസ്സ് 8. അവിടുന്ന് ഇങ്ങോട്ട് എന്നെ വളർത്താനാ ഞാൻ കഷ്ടപ്പെട്ടത്. എനക്ക് ഇഷ്ടപ്പെടാത്തൊന്നും അച്ഛൻ ചെയ്യൂല. എന്നാ എനിക്കിഷ്ടമില്ലാത്ത ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഞാൻ സ്കൂളിൽ പഠിക്കാനും പോണ്ട, ആ പെണ്ണുമ്പിള്ളായിട്ട് എനിക്കൊരു ബന്ധം വേണ്ട. അതൊക്കെ ഇഷ്ടമല്ല. പിന്നെ ഈ വീടിന്റെയും പറമ്പിന്റെയും കാര്യം അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ശശി, എന്തൊക്കെ ശശി കേൾക്കുന്നത്? അന്റെ അമ്മേനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുന്നത്? ഡോ, അനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്താടോ അത്? ഡോ ശശി,
അനക്ക് വളർന്നു വരുന്നൊരു മോളുള്ളല്ലോടോ, അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? ദേവികി, ഇപ്പൊ തരാം. കേസാണെങ്കിൽ ഓണാവൊന്നുമില്ല. ഗ്യാസിന്റെ റെഗുലേറ്റർ ആദ്യം ഓണാക്ക്. നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക? ആ പാത്രം അവിടെ വെച്ച് പോവാൻ നോക്കടി. പോയിരുന്ന് പഠിക്കടി. ഒരു സ്വൈരം സമാധാനവും തരില്ല. അതൊരു പാത്രം വീണത് അച്ഛാ. അച്ഛമ്മേ, അച്ഛമ്മേ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചാലോ? ഇവിടെ പഠിക്കുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോയത്. ഓ സമാധാനേ, ഇനി ഞാനും പഠിക്കണ്ടല്ലോ. അമ്മേ, അച്ഛൻ പുറത്തോട്ട് പോകുന്നു. ആ പോയിക്കോട്ടെ. ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എന്താ? അതാ ഒരു കണക്കിന് നല്ലത്. ഓട്ടോരെ കൊണ്ട് പറപ്പിക്കാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ആണെങ്കിൽ കത്തണമില്ല. ഒന്നും വേണ്ട മാഷ്, പരീക്ഷയും പഠിത്തവും ഒന്നും വേണ്ട. സുധാരണൻ കല്യാണം ഇല്ലാണ്ട് എങ്ങനെ പരീക്ഷ എഴുതാനാ മാഷെ? ഇതിന്റെയൊക്കെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യമേ ഉണ്ടായിരുന്ന ഉഷാറും ഇല്ല, താല്പര്യവും ഇല്ല. മതി മാഷെ, മടുത്തു. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ? നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഇല്ലാണ്ടാവുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടിയ മാഷിനെ എന്തൊക്കെ സഹിക്കേണ്ടി വന്നു മാഷെ. നമുക്കിത് വേണ്ടാതെ വെക്കാം. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. എല്ലാം നേരിട്ട് പരീക്ഷ എഴുതി ജയിക്കണം. അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ നിങ്ങളുടെ മുന്നിൽ ജയിക്കും. വയോജന വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റുള്ളവർക്കും മാതൃകയായി മാറണം. അതിന് നിങ്ങൾ പരീക്ഷ എഴുതിയേ പറ്റൂ. മാഷ് പറഞ്ഞതാ ശരി. ആരെയും പേടിച്ച് സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. പരീക്ഷ എഴുതണം, മുന്നോട്ട് പോണം. ലാസറിനോടെ കളി. അങ്ങനെ പഠിപ്പിക്കാൻ വന്നവനെ ഒരു പാഠം പഠിപ്പിച്ചു. അന്നേ ഞാൻ അവനോട് മടങ്ങിപ്പോക്കളാൻ പറഞ്ഞതാ. അവന് കിളവന്മാരെ പരീക്ഷ എഴുതിപ്പിച്ച് പാസ്സാക്കണം പോലും. ഇനി നമുക്ക് നോക്കാലോ ഓല എങ്ങനെ പരീക്ഷ നടത്തും. ക്ലാസ് നടത്തില്ലെങ്കിലും ഇതുവരെ പരിചയ വെച്ച് ഒരു പരീക്ഷ എഴുതിയാലോ? സമ്മതിക്കത്തില്ല. കാരണം ലാസർ എഴുതാത്ത പരീക്ഷ ഈ നാട്ടില് വേറെ ആരും എഴുതണ്ട. ലാസറേട്ടാ, ആരോടെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ തരം താഴ്ത്താനോ ഒന്നുമല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നേക്കുന്നത്. കുറച്ച് ആളുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനാണ്. അതിനിടയിൽ ലാസറേട്ടൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊരു അപേക്ഷയാണ്. മാഷേ, മാഷിന് എന്റെ അപ്പൻ കൈതക്കാലി വർക്ക് അറിയും. 20 വർഷം ഈ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എതിരാളികളില്ലാതെ ആ തന്തയുടെ മകനാ ഈ ലാസർ. എനിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ആവണ്ട, ഒരു മെമ്പറെങ്കിലും ആവണം. അതിനുവേണ്ടി എന്ത് കളി ഈ ലാസർ കളിക്കും. മാഷ് കൊണ്ട് എന്താ ആവണമെന്ന് വെച്ചാൽ നോക്ക്. പരീക്ഷ എഴുതിക്കൂലെന്ന് ലാസർ തീരുമാനിച്ച അത് തീരുമാനമാണ്. ഇതിന്റെ പേര് വെടക്കാക്കി തനിക്കാക്കലെന്നാ. നിങ്ങളുടെ രാഷ്ട്രീയ പകപോക്കലിന് പൊലിഞ്ഞു പോകുന്ന കുറെ വയസ്സായ ആളുകളുടെ സ്വപ്ന. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. പോട്ടെ ലാസറേട്ടാ. അതിനിപ്പോ ഇത് ഇങ്ങനെയൊക്കെ ആവുന്ന ഇപ്പൊ ആരും വിചാരിച്ചില്ലല്ലോ. ആ ലാസർ ഒറ്റൊരുത്തനാ ഇതിനൊക്കെ കാരണക്കാരൻ. അള്ളാണ ആ ലാസറിനെ ഞമ്മന്റെ കയ്യിൽ കിട്ടിയാല് ചീഞ്ഞ മത്തിന്റെ വെള്ളം വെച്ച് നമ്മൾ കുളിപ്പിക്കും. എന്നിട്ട് വേണം ഓന്റെ ഗുണ്ടകളി തല്ലുണ്ട് ചാവാൻ. ഇപ്പൊ വീണ്ടും പുതിയ കുറെ ഗുണ്ടകളെ കൂടെ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാ മെമ്പർ ഈ പരീക്ഷ എഴുതി പാസ്സായിട്ട് എല്ലാവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കണം. പക്ഷേ
ഇപ്പൊ ഞമ്മക്ക് മനസ്സിലായി നമ്മൾ ആഗ്രഹിക്കണ മാതിരി ഒന്നും നടക്കൂല. പിന്നെ എല്ലാം പടച്ചോന്റെ കയ്യിലാ. എന്താ ഭൂത്, മാഷ് പറഞ്ഞില്ലേ നമ്മൾ ഈ പരീക്ഷ എഴുതും, എന്ത് വില കൊടുത്തു. ഈ വാ. എന്തിനാ അപ്പൊ മുതലാളിനെ വിളിച്ച്? എന്തിനാന്ന് എനിക്കറിയില്ല, എന്നോട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതിപ്പോ ഏതാ സ്ഥലോ? ഇത് നമ്മളെ മുതലാളിന്റെ പുതിയ സെറ്റപ്പ് അല്ലേ, നിങ്ങൾ വരി ഇങ്ങോട്ട്. മുതലാളി ആളെ കൊണ്ടുപോകുന്നുണ്ട്. ഇരിക്ക്. പൊടി അടിച്ചതാ. വാസു ഇരിക്ക്. വേണ്ട മുതലാളി, ഇരിക്കടോ. സമ്മതിക്കാത്തൊരു മുതലാളി. വാ, എന്താണ് നീ നമ്മുടെ സ്വന്തം ആളല്ലേ. എന്തിനാ മുതലാളി എന്നെ വിളിപ്പിച്ച്? വയസ്സന്മാരെ ക്ലാസ് എടുക്കാൻ വന്ന മാഷും വാസുവിന്റെ മകളും തമ്മില് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നാ നാട്ടുകാർ പറയുന്നത്. അല്ല വാസു, ഒരച്ഛൻ എന്ന നിലയ്ക്ക് വാസു ഇതൊക്കെ ശരിയാണോ? ഡാ, മൊയലാളി വിളിച്ചീനോ? ഇപ്പൊ ഓനെ നിന്നെ ആരാടാ വിളിച്ചത്? വാസുവിനെ വിളിക്ക. വാസുവിനെയാ, നമ്മള് പോവാ. എന്താ മുതലാളി? വാസു, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. മകളിങ്ങനെ പറയിപ്പിച്ച ഒരു കല്യാണവും നടക്കില്ല. നിനക്ക് ഇഷ്ടാണെങ്കിൽ ഇവനാളത്ര മോശക്കാരനൊന്നുമല്ല. നല്ല പയ്യനാ. ഇവനാവുമ്പോ കല്യാണ ചെലവ് മുഴുവൻ ഞാൻ എടുക്കാം. എന്റെ പറമ്പില് വീട് വെക്കാനുള്ള ഒരു സ്ഥലവും ഞാൻ കൊടുക്കാം. ഇനി മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം വാസുവിന്റെ. ചെല്ല്. എന്താടാ മുതലാളിക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല മുതലാളി. നീ എന്താ വിചാരിച്ചേ? പണം കൊണ്ടും ഭീഷണി കൊണ്ടും വഴങ്ങാത്തവൻ പ്രണയം കൊണ്ട് വഴങ്ങും. മോനെ, മാഷ് ഓടും, ഓടിയിരിക്കും. പിന്നെയും പറ്റിക്കാനില്ല. ജാനുവിന്റെ കാര്യം അറിഞ്ഞോ? ഇല്ല. ഓളുടെ നാടിട്ട് പോയ രണ്ടാമത്തെ ഭർത്താവ് നിൽക്കുന്നു. ആണോ? ആന്ന്. അപ്പൊ നമ്മളങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോവാന്ന്, അതിന് വേറെ വഴിയുണ്ട്. നമുക്ക് പോവാന്നേ. പോകല്ലേ? പിന്നെ ഇതേ നമ്മുടെ വാസല്ലേ കിണ്ടിയിട്ട് വരണേ. ഓ, എന്റെ ഒരു ഭാഗ്യം. ഫുൾ ടൈം വെള്ളത്തിലല്ലേ വാസു? ഓനിപ്പോ എന്തിന്റെ കുറവാ? ഓന്റെ മോള് ഇപ്പൊ മാഷ കൂടിയല്ലേ, പൈസ നടക്കുന്നുണ്ട്. അതന്നെ. എന്നോട് ഞാൻ പല വട്ടം പറഞ്ഞല്ല അവിടെ പോരുത് പോരുത്. എന്തിനാ ചേട്ടൻ തല്ലുന്നേ? നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാണ്ടായ മനുഷ്യന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ. അന്നേ ഞാൻ പറഞ്ഞ അവിടേക്ക് പോരുത് പോരുത്. മുതലാളിന്റെ കൈയും കാലും പിടിച്ചിട്ടാ ആ ശിങ്കിടിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ വേണ്ടി സമ്മതിപ്പിച്ച്. പോടി. എല്ലാവരും അറിയുവാൻ വളരെ വിഷമത്തോടെയാണ് ഈ കത്തെഴുതുന്നത്. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ഈ പ്രവൃത്തി നിങ്ങളെയെല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കും വസുമതിക്കും നന്നായി അറിയാം. എല്ലാ പ്രശ്നങ്ങളെയും തൻ്റെ ഇടത്തോടെ നേരിടാൻ കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വസുമതി എനിക്ക് നഷ്ടപ്പെട്ടേക്കാം. ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പവിത്രൻ മാഷും വസുമതിയും. മാഷാണറേ മാഷ്. മാഷ് മാതൃകാപുരുഷൻ. മാതൃകയാക്കേണ്ട പുരുഷൻ. ഗോപാൽട്ടാ, ചായന്റെ പൈസ. ഇതാ ബാക്കി. ഇതാ. എന്തൊക്കെയായിരുന്നു പുകില്? മമ്മൂട്ടിനെ പോലത്തെ മുഖം, മമ്മൂട്ടിനെ പോലെ ഇരുത്തം, മമ്മൂട്ടിനെ പോലെ നടത്തം. എന്നിട്ട് ഇപ്പൊ എന്തായി? അതിന് മാഷ് ഇപ്പൊ അങ്ങനെ ചെയ്യണല്ലോ നമ്മൾ വിചാരിച്ചിനാ.
അങ്ങനെ വസുമതിയും പോയി. അത് നിന്റെ പ്രായത്തിന്റെ തോന്നല. ഞാനിപ്പോ അതല്ല ആലോചിക്കണത്, നമ്മുടെ മെമ്പറെ കാര്യ. എന്റെ മെമ്പർ എന്തൊക്കെ വിസ്തീകരണം തന്നിട്ടും കാര്യമില്ല. ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ്. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിലും ബഹളം നടക്കുന്നുണ്ട്. ഞാൻ പറയണ എന്താന്ന് വെച്ചാല് മെമ്പർ രാജിവെക്കണം. ഓ പിന്നെ രാജിവെക്കാൻ പറയുമ്പോൾ രാജി എഴുത്തടുത്ത വെള്ളരിക്കപ്പെട്ടോ? മെമ്പർ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിക്കുന്നു. അത് പറയുന്ന അത്ര മാത്രമേ ഉള്ളൂ. മെമ്പർ രാജിവെച്ചേ പറ്റുള്ളൂ. ഈ പാർട്ടിയും പട്ടക്കാർക്ക് എനിക്കുണ്ട്. ഞാൻ ഓടി വിളിച്ച് ഇറങ്ങിപ്പോന്നൊന്നുമല്ല, നാട് കത്തും. മെമ്പർ ഈ പട്ടക്കാരെ കൊണ്ട് നാട് കത്തിക്കാൻ നടക്കാതെ ഇതിന് രമ്യമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തുക. അതാ വേണ്ട. നമുക്ക് നോക്കാം. നോക്കാന്ന് മെമ്പറെ അല്ലാതെ പിന്നെ ഇയാളത് യോനോട് പോകാൻ നോക്ക്. എന്റെ കൂടെ ഇല്ലേ? ആ ഒറ്റയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനില്ല ഇല്ല എന്നൊക്കെ പറയും, പിന്നെ ലാസ്റ്റിന്റെ അടുത്ത് കാണൂല്ല. നമ്മുടെ പഞ്ചായത്തിന്റെ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഈ 15ാം വാർഡിന്റെ മെമ്പർ ശ്രീ കൈമൾ രാജിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ള ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, 15ാം വാർഡിന്റെ മെമ്പർ വയോജന വിദ്യാഭ്യാസത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ പേരിൽ ഇന്ന് ഈ പഞ്ചായത്ത് മെമ്പർ കണിശമായി രാജിവെക്കുക, ഈ പഞ്ചായത്ത് മെമ്പർ രാജിവെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിപ്പിച്ച ഈ മാർച്ച് ഈ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോട് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മെമ്പർ കൈമൾ രാജിവെക്കുക. മെമ്പർ കൈമൾ രാജിവെക്കുക. മെമ്പർ കൈമൾ രാജിവെക്കുക. മെമ്പർ കൈമൾ രാജിവെക്കുക. അഴിമതി വീരൻ മെമ്പറെ, അഴിമതി വീരൻ മെമ്പറെ, പീഡന വീരൻ പുറത്തു പോവുക. പീഡന വീരൻ പുറത്തു പോവുക. മെമ്പർ കൈമൾ രാജിവെക്കുക. അഴിമതി വീരൻ മെമ്പറെ, അഴിമതി വീരൻ മെമ്പറെ, രാജിവെച്ച് പുറത്തു പോകും. രാജിവെച്ച് പുറത്തു പോകും. അഴിമതി വീരൻ മെമ്പറെ, അഴിമതി വീരൻ മെമ്പറെ. അബൂക്ക, എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. എന്നാലും ആ മാഷ് നിങ്ങളോടിത് ചെയ്തല്ലോ. എങ്കിലും അഭിഹിതഗർഭം ധരിച്ചൊരു കുട്ടിയുള്ള നാട്ടില് ഈ അബുക്കായി ഞാനെല്ലാം ജീവിക്കാന്ന് പറഞ്ഞ എന്തിനേറെ പറയുന്നു. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഈ നാട്ടിൽ ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് എഞ്ചിനീയർമാർ. എന്തിനേറെ പറയുന്നു, അബൂഖാന്റെ വീട്ടുപടിക്കൽ ഡോക്ടർ അബു എന്നുള്ള പേര് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോ അബൂഖ മദ്യക്കച്ചവടത്തിന് എങ്ങനെയാ കൂക്ക് വിളിക്കാറ്? കൂ എന്നാണോ? അത് മാറ്റിയിട്ട് കള്ള ലാസറെ, ഈയാണ് ഇതിന്റെ പിന്നീന്ന് ഞമ്മക്ക് നന്നായിട്ട് അറിയാം. ഞമ്മള് പഠിക്കും, പരീക്ഷ എഴുതും, പാസ്സാകുകയും ചെയ്യും. അന്നെ കുത്തി മലത്തിട്ടാണെങ്കിലും. വെറുതെ ഒരു മനസുഖം. ആമ്പൽക്കാവിൽ കാറ്റോടൊപ്പം കൂകിപ്പായും കുയിലേ, നിന്നെ തേടി കൂട്ടും
കൂടി ചുമ്മാ പാടാൻ കൊതിയായി തുമ്പികൾ മേയും കുന്നിനു കീഴെ കിങ്ങിണിയായി കൊഞ്ചുമോ അമ്പലമേട്ടിൽ ആൽമരച്ചോട്ടിൽ എൻ വിളി കാതോർക്കുമോ തണലിൽ തണലിൽ കണ്ടുമുട്ടിനാദ്യമായി പടവിൽ കാത്തു നിന്നു നീ മുഖമായി പൂമഴ തൂകും ഈ വഴിയോരം അന്നൊരു മൂവന്തിയ നാം ഇരുപേരും ചേമ്പിലച്ചോടി പോയത് നീ ഓർത്തുമോ ആമ്പൽക്കാവിൽ കാറ്റോടൊപ്പം കൂകിപ്പായും കുയിലേ നിന്നെ തേടി കൂട്ടും കൂടി ചുമ്മാ പാടാൻ കൊതിയാ സുധേട്ടാ അച്ഛമ്മേ അച്ഛമ്മ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ പഠിച്ചിട്ട് എന്തിനാ? പഠിത്തവും സ്കൂളും ഒന്നും വേണ്ട. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ശശി ഉണ്ട് ഇവിടെ. അവൻ പുറത്തു പോയതാ. നിങ്ങള് വേഗം പോയിക്കോളി, ഓൻ കാണണ്ട. കണ്ടാലെന്താ, നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ പേടിക്കുന്നതിന്. എന്നിട്ട് എന്തായി? നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ ഇപ്പൊ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടായി. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്ക. നീ വരുന്നോ? ശശി, ഇത്രയ്ക്ക് ധൈര്യം കല്യാണി, ഞാൻ നിന്റെ അമ്മയാടാ. അമ്മയാ പോലും അമ്മ.
അങ്ങനെ എല്ലാം അവസാനിച്ചു. അടിക്കുമെങ്കിലും ശശി നമ്മൾ തല്ലൂന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. എന്താക്കാനപ്പോ? ഇവിടെ ഉണ്ടാവും, ഇവിടെ ഇല്ലാതെ അവിടെ പോവാൻ. ഇവിടെ ഉണ്ടല്ലോ ആള്. അതാ ശരി, ഇവിടെ വന്നിരിക്കല്ലേ. ഇവിടെ ഉണ്ട് പഹയൻ. സുവാര എന്താടോ? എന്താടാ പഹയ നമ്മളീ കേക്കണത്? സുധാര കരയല്ലടാ. അപ്പോ ഇത് അങ്ങനെ ഒന്നും വിടാൻ പറ്റൂല. ആ കള്ള ലാസറാണെന്ന് ഇതിന്റെയൊക്കെ പിന്നില്. അപ്പോ നമുക്കിതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എവിടെ പോയി? അമ്മേ, അമ്മേ, അച്ഛമ്മേനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? എനിക്കറിയില്ല, ഞാൻ അവിടെ എല്ലാം നോക്കി. അച്ഛനെ വിളിക്ക്. അമ്മേ, അമ്മേ, എവിടെ പോയി കിടക്കാം രാവിലെ തന്നെ? അമ്മേ, വാതിലൊക്കെ അടച്ചിട്ട് കാണല്ലോ. ഈ തൊള്ളേനെ കൊണ്ടൊരു സമാധാനം ഇല്ല. നേരം എടുക്കുമ്പോ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നടക്കും. ശശിയേട്ടാ, 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 എന്താടി? അമ്മേനെ കാണാനില്ല. എവിടെയാ പോയി നോക്ക്. ഈ തള്ളനെ ഞാൻ നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി ചാകാതെ നിങ്ങൾ അച്ഛനും അമ്മയുടെ മുതൽ കൊളുത്ത് ചാടാൻ നിൽക്കുന്നത്. കയറിപ്പോടാ. അനക്ക് വേണ്ടാത്ത തള്ളയില്ല നിക്കുന്നേ. വന്നല്ലോ പുന്നാര പ്രിയപുത്രൻ. നിന്റെ ആരാണ്ട് ഇവിടെ ഉള്ളത്? ഇങ്ങോട്ടങ്ങനെ ഇറങ്ങി വന്നാല് നിന്റെ മുട്ടുകാലി തല്ലുപിടിക്കും. നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്താണ്. കേറി വാമ്മേ. ഒരു അമ്മായിമ്മ സ്നേഹം. ഒന്ന് കേറി പോടി അവിടുന്ന്. സ്നേഹമൊന്നുമല്ല മെമ്പറെ, ഈ ഇരിക്കുന്ന പാവ അവളുടെ വേലക്കാരിയാ. തള്ളനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തടിച്ചു കൊഴുത്തിരിക്കണോള്. ഇവിടെ ആരുടെ അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാരും കയറി പോയിക്കോ. പറഞ്ഞേക്കാൻ വരട്ടെ വർഗീസ്. ഇവർക്കൊക്കെ ആവശ്യം ആ വീടിന്റെ ആധാര. കൊണ്ടേക്കടാ. അയാൾ ചോര നീരാക്കി മുതലല്ല, കൊണ്ടുപോ. ഇതെന്താണെന്ന് അറിയാം എനക്ക്. ഇവന്റെ അച്ഛൻ കരണ്ട് പിടിച്ച് മയ്യത്തായപ്പോ സർക്കാർ കല്യാണിക്ക് കൊടുത്ത കായാണിത്.
ഇതിൽ നയാ പൈസ ആ പാവം ചെലവാക്കാതെ ഇത് മൊത്തം സൂക്ഷിച്ചു വെച്ചതാണ്. എന്തിനാണെന്നറിയാവോ? നിന്റെ ഈ പുന്നാര മോളുണ്ടല്ലോ, അവളെ കെട്ടിച്ചു വിടുമ്പോ തരാൻ വേണ്ടി. എന്നാ പിടിച്ചോ. അച്ഛമ്മേ വേണ്ട, അച്ഛമ്മേ വേണ്ട. നിങ്ങളൊക്കെ എന്താ കരുതിയേ? ഞാനും സുധാകരനും പ്രേമിച്ച് ഒളിച്ചോടാൻ പോവാന്നോ? ഇത് കണ്ടോ, ഇതാണ് സ്നേഹം. വയസ്സായി കഴിഞ്ഞാൽ ജനിപ്പിച്ച തന്തയോടും തള്ളയോടും വല്ല സ്നേഹമുണ്ടോ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, ഞങ്ങളെപ്പോലുള്ള അമ്മമാരുടെ സന്തോഷവും സമാധാനം നിങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ടോ? നിങ്ങളുടെയൊക്കെ സന്തോഷത്തിനൊരു കരടായി തോന്നും നമ്മൾ അമ്മമാര്. അതല്ലേ സത്യം? പിന്നെ എന്ത് സ്നേഹം അല്ലേ? എന്റെ ഈ മോള് തന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ വീട്ടിലെ എല്ലാ ജോലികളെടുത്തും ഞാൻ നിന്നേനെ. അതന്നെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. പരസ്പരം വിഷമങ്ങൾ പങ്കുവെച്ചാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? വയസ്സാകുമ്പോ സ്വന്തം വിഷമങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത്. മക്കൾക്ക് ആവശ്യം അച്ഛന്റെ സ്വത്തുക്കളാ. സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞ അച്ഛൻ വെറും പാഴ്വസ്തു അല്ലേ? അത് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ഇവിടെ തീർന്നില്ല ഒന്നും. ഞാനും സുധേട്ടനും ഇനിയും സുഹൃത്തുക്കളായിരിക്കും. ഞങ്ങൾ ദിവസം കാണും, വിഷമങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും, ഒരുമിച്ച് നടക്കുകയും ചെയ്യും, പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ആർക്കതിൽ വിഷമം? വയസ്സന്മാരെ പരൂഷ എഴുതിപ്പിച്ച് പാസ്സാക്കിപ്പിക്കാൻ ഒരു മാഷ് വന്നു. മാഷിന് കിട്ടേണ്ടത് കിട്ടിയപ്പോ മാഷിന്റെ പാട്ടിന് പോയി. പിന്നെ വയസ്സന്മാരുടെ ക്ലാസ്സിൽ സുധാകരൻ, കല്യാണി, യുവമിഥുനങ്ങളായി ഇങ്ങനെ പ്രണയിച്ച് നടക്കല്ലേ. നാസറിന്റെ കച്ചവടം പൂട്ടിക്കാൻ നോക്കിയാ നാസർ ഒരൊറ്റ ഒരെണ്ണത്തിന് വിടത്തില്ല. മനസ്സിലായടാ? ഷാജി, വയസ്സന്മാര് കുറച്ച് കലിപ്പിലാന്ന് തോന്നുന്നു. തീർത്ത് കൊടുക്കടാ. പിടിക്കങ്ങള്
ചാരായം പോലെ നീ എന്താ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിന്റെ കള്ളമാറ്റൊന്നും നടക്കൂല ലാസറേ. ഒരു വാറ്റ് കേന്ദ്രം ആ കല അങ്ങോട്ട് മെമ്പറെ കല ചവിട്ടി പിടി കത്തിക്കാതെ കത്തിക്കടാ. എന്താണ് പൊണിച്ചിക്കണം? എന്താണ് സ്ലോ മോഷനിലൊക്കെ നടക്കാനുള്ള വീണ് കളിക്കാൻ? എന്നാ പിന്നെ സ്ലോ മോഷനിൽ പോവാ. നടക്കാ പോവോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാൻ. അങ്ങനെ നാട്ടിലെ വില്ലന്മാരി ഒരുക്കി പ്രശ്നങ്ങളും തീർത്ത് എല്ലാവരും പരീക്ഷ എഴുതി പാസ്സാവുകയും ചെയ്തു. അങ്ങനെ മുതലയൂരിനെ നല്ലൊരു നാടാക്കി മാറ്റി. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഞാനുണ്ടെന്ന് ഓർക്കണം. ഞാനിപ്പോ സ്വസ്ഥം സമാധാനം. ഇനി വേണം എനിക്കൊന്ന് പരീക്ഷ എഴുതി പാസ്സാവാൻ. അപ്പൊ ശരി, താങ്ക് യു സാർ. കഥയൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. അപ്പൊ പിന്നെ നാളത്തെ ഫ്രണ്ട് പേജിൽ തന്നെ വരണം. എനിക്കൊരു ഉദ്ഘാടനത്തിന് പോകണ്ടേ, അതുകൊണ്ടാ. ഓക്കെ മോനെ, വണ്ടി റെഡി അല്ലേ? ആ ശരി. ഓക്കെ സാർ. ഒക്കെ വന്നാ വന്നു. മോളെ അപ്പൊ അങ്ങോട്ട് ഈശ്വര. എന്റെ പ്രകടന പത്രികയിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഒന്നിനൊരു മുട്ടുണ്ടാവില്ല എന്നല്ലേ? ദാ തുറന്നു നിന്നുണ്ട്. എല്ലാവരും അടച്ചുപയോഗിക്കുക. ശരി, വഴി വഴി ചെക്കനൊക്കെ പിടിച്ച് മാറ്റടാ. പോട്ടെ.